നമസ്കാരം, TKK ന്യൂസിലേക്ക് സ്വാഗതം. കർക്കിടക മാസം മഴയുടെ താളത്തിലാണ് സാധാരണയായി കേരളം മുന്നോട്ട് പോകാറുള്ളത്. എന്നാൽ ഇത്തവണ കഴിഞ്ഞ ആഴ്ച ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടെങ്കിലും അതിന് പിന്നാലെ മഴ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ തലയാട്, കട്ടിപ്പാറ തുടങ്ങിയ മലയോര മേഖലകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പകൽ സമയങ്ങളിൽ തെളിഞ്ഞ വെയിലാണ് അനുഭവപ്പെടുന്നത്. പഞ്ഞക്കർക്കിടകം എന്ന് വിളിക്കുമെങ്കിലും കാർഷിക സമൃദ്ധിയുടെയും പ്രതീക്ഷകളുടെയും കൂടിയാണ് കർക്കിടക മാസം. എന്നാൽ ഇത്തവണ കർക്കിടകം പിറന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പെയ്യാൻ മടിച്ച മഴ കർഷകരുടെ നെഞ്ചത്താണ് തീ കോരിയിട്ടത്. വയലൊരുക്കി വിത്തുപാകിയും തൈകൾ നട്ടും മഴയ്ക്കായി കാത്തിരുന്ന കർഷകർക്ക് കനത്ത തിരിച്ചടിയാണ് തുടക്കത്തിലെ ഈ വരൾച്ച സമ്മാനിച്ചത്. ഇത്രയും മഴ കുറവുള്ള ഒരു കാലം എൻ്റെ ഓർമ്മയിലില്ല. ഏറ്റവും മഴ കുറവുള്ളൊരു കാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അത് കൃഷിയെ വല്ലാതെ ബാധിക്കും ക്രമേണ. അതിപ്പം ഹ്രസ്വകാല കൃഷികളുണ്ട്, അത് ഇഞ്ചി, വാഴ, ഇതിനൊക്കെ നല്ല മഴയില്ലെന്ന രീതിയിൽ അതൊന്നും നന്നാകില്ല. അതുപോലെ തന്നെ കുരുമുളകിന് തീരെ മോശമാണ്. റബ്ബറിനും ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുതലായതുകൊണ്ട് റബ്ബറിനും ഈൽഡ് കുറവായിരിക്കും, റബ്ബർ പാല് വളരെ കുറവായിരിക്കും. പിന്നീട് ഭാവിയിലേക്ക് വരുന്നത് എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ. എന്നാൽ കർഷകരുടെയും നാടിന്റെയും ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഒടുവിൽ കർക്കിടക മഴ പെയ്തിറങ്ങിയിരിക്കുകയാണ്. ആകാശത്ത് ഇരുണ്ട മേഘങ്ങൾ പെയ്തു നിറഞ്ഞപ്പോൾ തെളിഞ്ഞത് ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. തീർത്തും അനിവാര്യമായ സമയത്താണ് ഇപ്പോൾ ഈ മഴ പെയ്യുന്നത്. വാടിത്തളർന്ന വിളകൾക്ക് ജീവൻ പകരാനും വട്ടാൻ തുടങ്ങിയ ജലാശയങ്ങളെ നിറയ്ക്കാനും ഈ പെയ്യുന്ന മഴയ്ക്ക് സാധിക്കും. വൈകിയെത്തിയെങ്കിലും ഈ പെയ്യുന്നത് വെറുമൊരു മഴയല്ല, കർഷകരുടെ കണ്ണീരൊപ്പുന്ന ആശ്വാസത്തിന്റെ കുളിർമഴയാണ്.